ശബരിമല സ്വർണ്ണമോഷണ കേസിൽ SIT കർണാടകയിലെ ബെല്ലാരിയിൽ പരിശോധനയ്ക്കെത്തി. ഗോവർദ്ധന്റെ റോധം ജ്വല്ലറിയിൽ പരിശോധന നടത്തും. മുൻപ് നടത്തിയ പരിശോധനയിൽ സ്വർണം പിടിച്ചെടുത്തിരുന്നു. ഷീജ വിവരങ്ങളുമായി ചേരുകയാണ്. ഷീജ, നേരത്തെ നടത്തിയ അന്വേഷണത്തിൽ മോഷ്ടിച്ച സ്വർണ്ണമടക്കം SIT പിടിച്ചെടുത്തിരുന്നു. ഇപ്പോഴിതാ വീണ്ടും പരിശോധന. എന്തൊക്കെയാണ് വിവരങ്ങൾ പുതിയ? തീർച്ചയായും അജിംഷാദ്, ശബരിമല സ്വർണ്ണമോഷണ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ SIT ബെല്ലാരിയിൽ വീണ്ടും എത്തിയിരിക്കുന്നത്. കർണാടകയിലെ ബെല്ലാരിയിൽ എത്തി. അവിടെയാണ് ഗോവർദ്ധന്റെ റോധം ജ്വല്ലറി ഉള്ളത്. ഗോവർദ്ധൻ നിലവിൽ കേസിൽ അറസ്റ്റിൽ റിമാൻഡിലാണ്. ഗോവർദ്ധന്റെ റോധം ജ്വല്ലറിയിലടക്കം വീണ്ടും പരിശോധന നടത്താനാണ് SITയുടെ തീരുമാനം എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും നിലവിൽ ഇപ്പോൾ SIT ബെല്ലാരി കേന്ദ്രീകരിച്ചുകൊണ്ട് വിവിധയിടങ്ങളിൽ പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. ഉടൻ തന്നെ ഗോവർദ്ധന്റെ റോധം ജ്വല്ലറിയിലും പരിശോധന നടത്തും എന്നുള്ളതാണ് അറിയുന്നത്. മുൻപ് നടത്തിയ പരിശോധനയിൽ സ്വർണം പിടിച്ചെടുത്തിരുന്നു. അത് ശബരിമലയിൽ നിന്നും കൊണ്ടുപോയ സ്വർണ്ണപ്പാളികളിലെ സ്വർണം വേർതിരിച്ച സ്വർണം, അതിൽ നിന്നുള്ളൊരു പങ്കാണ് ആ ലഭിച്ച സ്വർണം എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും അതിന്റെ ശാസ്ത്രീയ പരിശോധനയടക്കം ഒരു ഭാഗത്ത് പുരോഗമിക്കുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ തൊണ്ടി മുതൽ കണ്ടെത്തുക എന്നുള്ളത് കൂടി SITക്ക് മുന്നിൽ വലിയ വെല്ലുവിളിയായി നിലനിൽക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായി തന്നെയാണ് ബെല്ലാരി കേന്ദ്രീകരിച്ച് വീണ്ടും ഈ ഒരു പരിശോധന ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ഡി മണിക്കായി കഴിഞ്ഞ ദിവസം പുറത്തു വന്ന പേരാണ് ഈ വ്യവസായിയായ ചെന്നൈ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഡി മണിക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ സ്ക്വാഡിനെയും SIT രൂപീകരിച്ചിട്ടുണ്ട്. ആ സ്പെഷ്യൽ സ്ക്വാഡ് ചെന്നൈയിൽ എത്തി ചെന്നൈ കേന്ദ്രീകരിച്ചുകൊണ്ട് ഡി മണിയെ കുറിച്ചുള്ള അന്വേഷണം അത് അവർ ഇതിനകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞിട്ടുമുണ്ട്. അജിംഷാദ്. ശരി ഷീജയാണ് വിവരങ്ങൾ വിശദാംശങ്ങൾ നൽകിയത്.